അച്ചാറെന്ന് പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ്. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനെ പലതരം അച്ചാറുകൾ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെളുത്തുള്ളി അച്ചാറാണ്. 250 ഗ്രാമിൻ്റെ വെളുത്തുള്ളി അച്ചാറാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പം ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ഫുള്ളായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം വെളുത്തുള്ളി കട്ട് ചെയ്യാൻ കുറച്ച് പാടുള്ളവരാണെങ്കിൽ ഈ വെളുത്തുള്ളിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ബോട്ടിൽ വെല്ലവും ഒന്നിട്ടിട്ട് അത് 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ അല്ലാതെ തന്നെ എടുത്തതാണ്, കാരണം ഇത് തീരെ പൊടിയല്ലാത്തതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെ തന്നെ എടുത്തതാണ്. അപ്പം 250 ഗ്രാം വെളുത്തുള്ളിയുടെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മൾ എല്ലാ ആഹാരം പാകം ചെയ്യുമ്പോഴും നമ്മൾ വെളുത്തുള്ളി അതിനകത്തൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ, ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ആക്കിയിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പിലയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് വഴന്ന് വന്നതിന് ശേഷമേ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുള്ളൂ. ഇതിപ്പം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം വെളുത്തുള്ളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം, അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട്, 1 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് തന്നെ വരണം കേട്ടോ, ഇല്ലെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചുവയുണ്ടല്ലോ അതുണ്ടാവും. അപ്പം നന്നായിട്ട് വഴറ്റി തന്നെ കൊടുക്കണം. എന്നോട് 2-3 പേര് ആവശ്യപ്പെട്ടായിരുന്നു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കണമെന്ന്. അപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അച്ചാറുകളെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കും. അതിനുവേണ്ടി നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാറുകൾ നമുക്ക് വളരെ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലിൽ എടുത്ത് വെക്കുക. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നനഞ്ഞ സ്പൂണൊന്നും ഇടാൻ പാടില്ല. പിന്നെ നമ്മൾ ഈ അച്ചാർ സൂക്ഷിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാതെ കുപ്പി, ഗ്ലാസ് പോലത്തെ ബോട്ടിൽ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുന്ന എണ്ണയൊക്കെ ആണെങ്കിലും കുറച്ച് കുറഞ്ഞു പോയാൽ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളൊക്കെ അച്ചാർ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഏകദേശം നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന്
ഒന്ന് വഴന്ന് വരുന്നുണ്ട്, കുറച്ചുകൂടെ ആവാനുണ്ട്. അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ട് ഒരുപാട് അച്ചാർ കഴിക്കുന്നത് വളരെ ദോഷമാണ്. ഒരുപാട് അച്ചാറൊന്നും കഴിക്കരുത്. പിന്നെ അൾസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മസാലകളൊന്നും അധികം ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് കറികളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അച്ചാറൊക്കെ ഉപയോഗിക്കാം. കാരണം ഒരുപാട് അച്ചാറൊക്കെ നമ്മൾ ഉപയോഗിച്ച കുട്ടികൾക്കൊന്നും ആണെങ്കിലും അധികം നമ്മൾ അച്ചാർ ഐറ്റംസ് ഒന്നും കൊടുക്കാതിരിക്കുക. ഇതിപ്പം നന്നായിട്ടൊന്ന് ഒന്ന് മൂത്ത് അതിൻ്റെ ജസ്റ്റ് കളറൊക്കെ ഒന്ന് ഇതായി വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ആവണ്ട, കളർ മാറണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ നല്ല മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് മസാലയെല്ലാം കരിഞ്ഞു പോകും. അപ്പം ഇനിയിപ്പം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇനിയൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുന്നത് ചാറോട് കൂടി വേണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ നല്ലൊരു വെളുത്തുള്ളിയുടെയും വിനാഗിരിയും കൂടെ ഒഴിച്ചപ്പോഴത്തേന് നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം, അതായത് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാക്കണ്ടോ, ഇത് ഒരുപാട് വെള്ളമൊന്നുമില്ല, ജസ്റ്റ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. ഒരല്പം ഉപ്പും കൂടെ എനിക്ക് വേണം, ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഇത് വെളുത്തുള്ളിയിലൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ ഉപ്പ് പാകത്തിനേ കാണത്തുള്ളൂ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ഇതറിയാൻ പറ്റുന്നത്. ഇതിലേക്ക് നമുക്കൊരു അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ എന്ത് വേണേലും ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയില്ലേ, വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ്. ഉണ്ടോ, ഇതിനകത്ത് നമ്മൾ അച്ചാറ് പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം തന്നെ ഒന്ന് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യലായ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഓണത്തിന് സാധാരണ കടുക്, മാങ്ങ, നാരങ്ങ അച്ചാർ, ഇഞ്ചി അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ചെയ്യാറുള്ളത്.
അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ആ വെളുത്തുള്ളിയുടെ ആ ഒരു നമുക്ക് വേറൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അതൊന്നുമില്ല. നിങ്ങളൊന്ന് അച്ചാറിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.